Hello guys, welcome back to my YouTube channel. So today I am here in a city. ഇതൊരു ഹിഡൻ ജം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആൻഡ് ആ സിറ്റീനെ പറയുന്ന പേരാണ് മണ്ടുവ അല്ലെങ്കിൽ മണ്ടോവ. സോ ഈ സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 3 ആർട്ടിഫിഷ്യൽ ലേക്സിനാൽ ചുറ്റിപ്പറ്റിയ ഒരു സിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി കുറച്ച് നോക്കുകയാണെങ്കിൽ ഗോങ്സോവ ഫാമിലിയാണെന്ന് തോന്നുന്നു. അവരൊക്കെ റൂൾ ചെയ്തിട്ടുള്ള പണ്ട് കാലത്തായി റൂൾ ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ റിനൈസൻസ് സിറ്റി കൂടെയാണ്. സോ ഇവിടെ ഓഫ് കോഴ്സ് ലൈക്ക് പണ്ടത്തെ ആ ഒരു വൈബുള്ളത് കൊണ്ട് ഇവിടെ കാണാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ലേക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ലേക്സാൽ ചുറ്റിപ്പെട്ട സ്ഥലമാണ്. പിന്നെ ഓൾഡ് സ്ട്രീറ്റ് ഉണ്ട്, പിന്നെ അത് കൂടാണ്ട് ഓൾഡ് സ്ട്രീറ്റ് ഉണ്ട്, പിന്നെ പാലസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. സോ ക്യാമറ ഓൺ, വൈബ് ഓൺ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ലെറ്റ്സ് സീ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഇവിടെ കാണാം എന്നുള്ളത്. ഞാൻ മിലാനിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് 2.5 hours ആണ് ജേർണി ടൈം. ഒരു 10:40 ആയി ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇന്നൊരു ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ കവർ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, കാരണം അല്ലെങ്കിൽ എനർജി ഉണ്ടാവില്ലല്ലോ, കുറച്ച് എനർജി വേണ്ടേ. രാവിലെ എണീറ്റ് വന്നതാണ്. സോ ഫസ്റ്റ് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയ ജീൻസേക്കാണ് ഞാൻ ഇവിടുന്ന് കുടിക്കുന്നത്. അപ്പം അതും കുടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മണ്ടുവ സ്ട്രീറ്റ്സ് കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ ചാം വെരി സ്ട്രോങ് ആണ്. ഈ പ്ലേസിലൂടെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. ഫസ്റ്റ് പോകുന്നത് പാലസിലാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോകാന്നുള്ളത് നോക്കാം. ആൻഡ് ഇവിടുത്തെ ആൾക്കാർ കൊള്ളാട്ടോ. വന്നിറങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഒരു വില്ലേജ് എന്ന് പറയില്ല, പക്ഷെ ആ ഒരു സംഭവം ഇല്ലേ, അതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ സിറ്റിയിലുള്ള ആൾക്കാരും ഇതും. മിലാനിലൊന്നും ഇങ്ങനെ കാണില്ല കേട്ടോ. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ മണ്ടുവ എന്നും പറയും, മണ്ടോവ എന്നും പറയും. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിനൈസൻസ് സിറ്റീസ് ആണ് ഇറ്റലിയിലുള്ളത്. ഇത് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോൺസാഗ ഫാമിലിയാണ്. റിനൈസൻസ് ടൈമിൽ ഈ സിറ്റി ആർട്ട്, ആർക്കിടെക്ചർ, മ്യൂസിക് ഇതിൻ്റെയൊക്കെ ഒരു മേജർ സെൻറ്റർ ആയിരുന്നു. പലാസോ ദുക്കാലയും പലാസോ തേ പോലുള്ള സ്ട്രക്ചേഴ്സൊക്കെ റിനൈസൻസ് ഡിസൈൻസിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഈ കാണുന്നതാണ് പലാസോ ദുക്കാലെ. ഇറ്റാലിയനിൽ പലാസോ എന്ന് വെച്ചാൽ പാലസ് എന്നാണ് അർത്ഥം. ഈ പാലസ് കണ്ടപ്പോൾ എനിക്ക് ഫ്ലോറൻസിലുള്ള പിറ്റി പാലസുമായിട്ട് നല്ല സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്ലോറൻസിലുള്ള വ്ളോഗ് നോക്കിയാൽ നിങ്ങൾക്ക് പിറ്റി പാലസ് കാണാൻ പറ്റും. പലാസോ ദുക്കാലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മണ്ടുവയിലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു റോയൽ പാലസ് ആണ്. ഗോൺസാഗ ഫാമിലിയുടെ റെസിഡൻസ് ആയിരുന്നു ഇവിടെ. ഇതൊരു സിംഗിൾ ബിൽഡിംഗ് അല്ല, കുറേ റൂംസ് ഉള്ള ഒരു മാസീവ് കോംപ്ലക്സ് പാലസ് ആണിത്. ഇനി ഗോൺസാഗ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റിനൈസൻസ് ടൈമിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും പവർഫുൾ റൂളിംഗ് ഫാമിലീസിലുള്ള ഒരു ഫാമിലിയാണിത്. ഞാൻ ഈ വീഡിയോ എടുത്തത് പാലസിന്റെ എൻട്രൻസിന് മുന്നേയുള്ള ഒരു പാർക്കിൽ വെച്ചിട്ടാണ്. പാലസിന്റെ അടുത്തായിട്ട് ചിയേസ ഡി സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ ചർച്ച് ഉണ്ടായിരുന്നു. ചിയേസ എന്ന് വെച്ചാൽ ഇറ്റാലിയനിൽ ചർച്ച് എന്നാണ് അർത്ഥം. പാലസിന്റെ അടുത്ത് തന്നെയാണ് പിയാസ സൊർദെല്ലോ ഉള്ളത്. റിനൈസൻസിന്റെ ടൈമിൽ ഈ പ്ലേസിലാണ് പൊളിറ്റിക്കൽ ഇവന്റ്സ്, സെലിബ്രേഷൻസ്, റോയൽ സെറിമണീസ് പോലുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ കാണുന്ന ചർച്ചാണ് ദുഓമോ ഡി മണ്ടോവ. ഇത് പിയാസ സൊർദെല്ലോയിൽ തന്നെയാണ് ഈ ചർച്ച് ഉള്ളത്. മിലാനിൽ ആദ്യം ഞാൻ വന്ന സമയത്ത് ഈ ദുഓമോ എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സെൻറ്റർ ആണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് ദുഓമോ ഇസ് ലൈക്ക് എ പ്ലേസ് നെയിം, അത് മിലാനിൽ മാത്രം ഉള്ള ഒരു സംഭവമാണ് എന്നായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദുഓമോ എന്ന് വെച്ചാൽ കത്തഡ്രൽ എന്നാണ് മീനിങ്. ഞാൻ ദുഓമോൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഈ കത്തഡ്രലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറിജിനലി ഇത് മിഡീവൽ ചർച്ചാണ്, പിന്നീട് റിനൈസൻസ് സ്റ്റൈലിൽ റീഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ക്ലാസിക് കോളംസും ഹൈ സീലിംഗ്, അൽത്താരയും ഒക്കെ കാണുമ്പോൾ ഒരു ഗ്രാൻഡ് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് തന്നെ നമുക്ക് തോന്നും. യൂഷ്വലി ഞാൻ ചർച്ചസിൽ ഈ പ്രീസ്റ്റിൻ്റെ ഒക്കെ ബോഡി പ്രിസർവ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ചർച്ചിൽ ഞാൻ ബിയാറ്റ ഓസാന, എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല, ഇവരുടെ ബോഡി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി ഞാനൊരു നണ്ണാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവരൊരു ഡൊമിനീഷ്യൻ ടേർഷ്യറി ആണ്.
അതായത് ഈ ഫോളോ ദ സ്പിരിച്വൽ റൂൾസ് ഓർഡർ ഒക്കെ ഫോളോ ചെയ്യും, പക്ഷെങ്കിൽ ഡെഡിക്കേറ്റ് ദെയർ ലൈഫ് ടു പ്രെയർ ആൻഡ് സർവീസ്. അങ്ങനെയുള്ളവർ പ്രീസ്റ്റും അല്ല എന്നാൽ നണ്ണും അല്ല. ഈ സിറ്റീനെ കുറിച്ചിട്ടുള്ള ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇൻ 2008 മന്തുവയും അലോങ് വിത്ത് സബിയോനാത്തെയും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദ എവല്യൂഷണറി സിറ്റി എന്നാണ് മന്തുവേനെ കുറിച്ച് പറയപ്പെടുന്നത്. തൊരെ ദെൽ ഒരോലോഗിയോ, എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല. തൊരെ മീൻസ് ടവർ എന്നാണ് അർത്ഥം. സൺ, മൂൺ, സോഡിയാക് മൂവ്മെൻറ്റ്സ് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന 15th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്ത ഒരു ക്ലോക്ക് ടവറാണിത്. ഈ ക്ലോക്ക് ടവർ ഉള്ളത് പിയാസ ദെല്ലെ എർബയിലാണ്. ഇത് വേറൊരു സ്ക്വയർ ആണ്. ക്ലോക്ക് ടവറിനടുത്തുള്ള ഈ സർക്കുലർ ബിൽഡിംഗ് ആണ് റൊട്ടോണ്ട ദി സെൻ ലോറൻസോ. ഇത് മണ്ടോയിലെ തന്നെ ഓൾഡസ്റ്റ് ചേർച്ചസിൽ ഒന്നാണ്. 11th സെഞ്ച്വറിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് സർക്കുലർ സ്ട്രക്ചറിൽ ഉണ്ടായിട്ടുള്ള റെയർ എക്സാമ്പിൾ ഓഫ് ഏർലി മിഡീവൽ പീരീഡിലുള്ള ആർക്കിടെക്ചറിലുള്ള ഒരു ചേർച്ചാണ്. ഈ ആർക്കിടെക്ചറിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊരു റൊമാൻസ്ക്യൂ സ്റ്റൈലിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ വാൾസും ചെറിയ വിൻഡോസും ഒക്കെയാണ് ആ സ്റ്റൈലിൻ്റെ ഫീച്ചേഴ്സ്. ഈ ചേർച്ചിൻ്റെ പേര് റൊട്ടോണ്ട ഡി സെൻ ലോറൻസോ എന്നാണല്ലോ. ഈ റൊട്ടോണ്ട എന്ന് വെച്ചാൽ സർക്കുലർ എന്നാണ് അർത്ഥാക്കുന്നത്. സോ ഈ ടൈപ്പ് ഡിസൈന് ലൊംബാർഡി റീജിയൻ എന്ന് വെച്ചാൽ നോർത്തേൺ ഇറ്റലിയിലുള്ള മിലാൻ ക്യാപിറ്റൽ ആയിട്ടുള്ള കുറച്ച് സിറ്റീസ്, ഈ ബെർഗാമോ, ബ്രഷ്യ, കോമോ, മണ്ടുവ അങ്ങനെ കുറച്ച് സിറ്റീസൊക്കെ കൂടിയ ഒരു റീജിയനാണ് ഈ ലൊംബാർഡി റീജിയൻ എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് ഇത് അത്ര കോമൺ ആയിരുന്നില്ല. ജസ്റ്റ് ഇമാജിൻ, വലിയ ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് എത്ര സിമെട്രിക് ആയിട്ടാണ് അവർ ആ സർക്കുലർ ചേർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല വാവ് ആയിട്ട് തോന്നി ആ സംഭവം. മണ്ടുവ സിറ്റി അവരങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടേ ഇല്ല. നമുക്ക് ആ ഒരു ഓൾഡ് ടൈമിലുള്ള ഫീല് നന്നായിട്ട് തോന്നും ഇതിലേക്കൂടിയൊക്കെ നടക്കുമ്പോൾ. അങ്ങനെ അത്യാവശ്യം കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ടും പിന്നെ ഇറ്റലിയിലായതുകൊണ്ട് തന്നെ 2:30 ശേഷം അധികം റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ ചെയ്യാത്തത് കൊണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ, അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ കുറേ നടന്നലഞ്ഞു, പക്ഷേ ഒന്നും അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓഫ്കോഴ്സ് ഇതുണ്ട്, റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ടൂറിസ്റ്റി ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗർ ബർഗർ കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. ഇന്ന് ഇറ്റാലിയൻ ലഞ്ചൊന്നും കഴിച്ചില്ല, ഒരു നോർമൽ മീലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് അടുത്ത പ്ലേസിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ലൊഗിയ ഡി ഗുയിലിയോ റൊമാനോ കണ്ടത്. ഇത് ഒറിജിനലി ഒരു ഫിഷ് മാർക്കറ്റ് ആയിരുന്നു. ഇത് റിയോ കനാലിൻ്റെ മേലെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, എന്താ പ്രത്യേകത എന്നറിയില്ല, പക്ഷെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഞാനുള്ളത് പിയാസ മാർട്ടിരി ദി ബെൽ ഫിയോറയിലാണ്. എന്ന് വെച്ചാൽ അതിപ്പോൾ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പെർട്ടിക്കുലർലി ഒന്നും എൻ്റർ ചെയ്ത് കാണുന്നില്ല. എന്ന് വെച്ചാൽ പാലസിലാണെങ്കിലും മ്യൂസിയത്തിലാണെങ്കിലും ഇന്ന് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് മൊത്തത്തിൽ ഈ സിറ്റി ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യുക, കുറച്ച് കഴിഞ്ഞ് ലേക്ക് പോവാം, എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കുക. അങ്ങനെയാണ്. ടു ബി ഓണസ്റ്റ് എനിക്ക് സിറ്റി ഇഷ്ടപ്പെട്ടു. ഇത് മോർ ലൈക്ക് എന്താ ഒരു ഓപ്പൺ എയർ മ്യൂസിയം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എവിടെ പോകുമ്പോഴും കുറേ ഇങ്ങനെ പണ്ടത്തെ ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഉള്ള ബിൽഡിങ്സ് ഉണ്ട്. അങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ ഉള്ള ആർട്ട് വർക്ക് ഉണ്ട്. ഇപ്പം ഇതന്നെ കണ്ടില്ലേ, ഇവിടെയുള്ള ബിൽഡിങ്, പിന്നെ ചുറ്റും അങ്ങനെയാണ്. സോ അപ്പം നമുക്കിനി എവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ളത് നോക്കാം. സോ ഇത് ഞാൻ കുറച്ച് ബ്യൂട്ടിഫുള്ളായി തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. കുറേ പാലസസ് ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ റേഡിയസിൽ തന്നെ ഒരു 2-3 പാലസ് വരുന്നുണ്ട്, കുറേ ടവേഴ്സ് ഉണ്ട്, കുറേ മ്യൂസിയം, പിന്നെ ചേർച്ചസ് പറയണ്ട. അതിപ്പോൾ യൂറോപ്പിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലെറ്റ്സ് സീ വാട്ട്സ് മോർ ടു എക്സ്പ്ലോർ. ഈ കാണുന്നതാണ് കാസ ദെൽ മാന്തേഗ്ന. ഇത് ഒരു ഫേമസ് റിനൈസൻസ് പെയിൻറ്റർ ആണ്, ആൻഡ്രിയ മാന്തേഗ്ന. കാസ എന്ന് വെച്ചാൽ വീട് എന്നാണ് ഇറ്റാലിയനിലുള്ള അർത്ഥം. ഇവിടെ ഇപ്പം കുറേ ആർട്ട് എക്സിബിഷൻ പോലുള്ള പ്രദർശനങ്ങൾ ഒക്കെ ഇവരിവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ടെമ്പിയോ ലിയോൺ ബാത്തിസ്ത ആൽബർട്ടി എന്നുള്ള ഈ ബിൽഡിങ് കണ്ടത്. ആദ്യം എനിക്കൊരു ഹൊറർ ഫീലിംഗ് തോന്നിയെങ്കിലും ഇതെന്താണെന്ന് അവിടെയൊക്കെ പോയി നോക്കി ഇതൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഹൊറർ ബിൽഡിംഗ് ഒന്നുമല്ല, ഒരു ചേർച്ചാണ്,
ടെംപിയോ എന്ന് വെച്ചാൽ ടെമ്പിൾ എന്നാണ് അർത്ഥാക്കുന്നത്, വിച്ച് മീൻസ് ലൈക്ക് ഈ പ്രാർത്ഥനാലയങ്ങൾ എന്നുള്ള ഒക്കെ ഒരു മീനിങ് ആണ്. സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ ടെംപിയോ ആണ്. ഇത് ഡിസൈൻ ചെയ്തതാണ് ലിയോൺ ബാത്തിസ്ത ആൽബർട്ടി. അങ്ങനെ ഫൈനലി ഞാൻ എത്തി പലാസോ തേയിൽ. പറയുകയാണെങ്കിൽ ഈ പലാസോ തേ ആണ് ഇവിടുത്തെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാലസ് എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. ആ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ആ ഒരു റോയൽ ഫീല് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ മുന്നിൽ തന്നെ നല്ല വ്യൂ ആണ്, ഈ ട്രീസൊക്കെ ആയിട്ട് ഗാർഡൻ പോലെയൊക്കെ ചെയ്തിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. കുറച്ച് ഹിസ്റ്ററി ചെയ്യുകയാണെങ്കിൽ ഗുയിലിയോ റൊമാനോ ആണ് ഈ പാലസ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഗോൺസാഗ ഡ്യൂക്ക് ഫെഡറിക്കോ ടൂവിൻ്റെ ഒരു പ്ലഷർ പാലസ് ആയിരുന്നു ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ലേക്കും കൂടെ കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ പാലസിൻ്റെ ഉള്ളിൽ കയറിയില്ല. കാരണം ഉള്ളിൽ കയറി എന്താണെങ്കിൽ ഒരു 3 hours 4 hours അവിടെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ചുറ്റിക്കറങ്ങിയിട്ട് നേരെ വേറെ ഒരു സ്ഥലത്തേക്ക് പോയി. പാലസിൻ്റെ മുന്നിൽ തന്നെ ദേ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർക്ക് ഉണ്ട്. ഇത് കണ്ടോ, ചെസ് ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ കുറേ പേര്. അവിടെ പ്ലഗ് പോയിൻ്റ് അടക്കം ഉണ്ട് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിറ്റിയിൽ വന്നിട്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അവരെന്തെങ്കിലും ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയ രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പാർക്കാണെന്ന്. കാരണം മറ്റുള്ള ബിൽഡിങ്സ് ആണെങ്കിലും സിറ്റീസ് ആണെങ്കിലും സ്ട്രീറ്റ് ആണെങ്കിലും എല്ലാത്തിനും ആ ഒരു പഴയ ടച്ച് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിൽ നിന്നും ഇവരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കിയിട്ട് വെക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതൊക്കെ ഈ ജിം ഫെസിലിറ്റീസൊക്കെ കുറേ ഫ്രീ ആണ്. പക്ഷെ എന്നാലും അവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നില്ല. So it's time for another coffee because I'm super sleepy. And ഇവിടുന്ന് ലേക്കിലേക്ക് വേറെ ഏതോ ഒരു പാലസിൽ പോയിട്ട്, അത് പാലസ് തേന്ന് ലേക്കിലേക്ക് പോകാൻ ഒരു 5 kilometer ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു ഈ സിറ്റിയിലൂടെ ഇങ്ങനെ നടന്ന് പോവാന്ന്. അപ്പൊ പിന്നെ എനർജി വേണമല്ലോ, എനർജിക്ക് ഉറക്കക്ഷീണം പാടില്ലല്ലോ, അപ്പൊ എണീറ്റിരിക്കണമല്ലോ. അപ്പൊ നമുക്ക് കോഫി പിടിക്കണം. അപ്പൊ എന്ത് പറ്റി, കോഫിക്കൊന്നും പറ്റിയില്ല. പക്ഷെ എനിക്ക് ജനറലി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇറ്റലിയിൽ അല്ലെങ്കിൽ ജനറലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മിലാൻ ഈസ് വൺ ഓഫ് ദി എക്സ്പെൻസീവ് സിറ്റീസ് എന്ന് പറയും. ഇപ്പം എല്ലാത്തിലും, ഇപ്പം നമുക്ക് സ്റ്റേക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഫുഡിനാണെങ്കിലൊക്കെ ജനറലി കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ, ഈ മൺടുവ എന്ന് പറഞ്ഞ പ്ലേസ് കുറച്ച് ഓൾഡാണ്, പിന്നെ അങ്ങനെ ഒരു ടൂറിസ്റ്റി ഒന്നും അല്ല അത്ര എന്നുള്ളൊരു ധാരണയിലാണ് വന്നത്. പക്ഷെ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് എക്സ്പെൻസീവാണ്. കാരണം ഇപ്പം മിലാനിൽ ഒരു 2 അല്ലെങ്കിൽ 2.5 വിത്തിൻ ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്താണെങ്കിലും ഒരു കപ്പച്ചീനോ കിട്ടും. ഇവിടെ ഒരു കപ്പച്ചീനോന് 3 to 3.5 euro ആണ്. ഇനിയിപ്പോൾ ഈ കഫേയുടെ പ്രത്യേകതയാണോ എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മേ ബി ഈ മൊത്തം ഏരിയയുടെ ആ ഒരു ഇതായിരിക്കാം, ലൈക്ക് യുനോ മൊത്തത്തിൽ ഇത് ടൂറിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലും ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് കുറച്ച് ജനറലി ഫുഡിലൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബട്ട് ഐ ഡോണ്ട് നോ, ദിസ് ഇസ് ജസ്റ്റ് മൈ വ്യൂ പോയിന്റ്. സോ ലെറ്റ്സ് സീ, നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ലേക്കിലേക്ക് പോവാം. അങ്ങനെ ലേക്കിലേക്കെന്നും പറഞ്ഞിട്ട് ഞാൻ നടത്തും, ചില്ലറ നടത്തുമെന്നല്ല. അതിന് ഈ വീഡിയോൻ്റെ എൻഡ് കണ്ട മനസ്സിലാവും ഞാൻ ടോട്ടൽ എത്ര കിലോമീറ്റർ ഈ ഒരു സിംഗിൾ ഡേയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് യു വോണ്ട് ബിലീവ് ദാറ്റ്. ബട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മുന്നേ കാണിച്ചത് ഫുള്ള് ആ ഒരു ഓൾഡ് സിറ്റി, ഓൾഡ് വൈബ്സ് അങ്ങനത്തെ ഒരു പാർട്ടായിരുന്നു. ആൻഡ് ഇപ്പം ഈ കാണുന്നത് ഫുള്ളും വേറൊരു പാർട്ട് ഓഫ് മൺടുവയാണ്. ഭയങ്കര നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലെയുള്ള കുറേ പാടങ്ങളും ഫീൽഡ്സും, ശരിക്കും എനിക്ക് നമ്മുടെയൊക്കെ ഒരു നാടിൻ്റെ ഒരു ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ 3 ആർട്ടിഫിഷ്യൽ ലേക്സാൽ ചുറ്റിപ്പെട്ടതാണ് ഈ മൺടുവ. 1 ലാഗോ സുപ്പീരിയോറെ, 2 ലാഗോ ഡി മെസ്സോ ആൻഡ് ലാഗോ ഇൻഫീരിയോറെ. ലാഗോ എന്ന് വെച്ചാൽ ലേക്ക് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ സുപ്പീരിയർ, ഇൻഫീരിയർ, മിഡിൽ. എവിടെയാണ് പോകുന്നതെന്ന് അറിയില്ല, ഗൂഗിൾ മാപ്പ് കാണിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നേരത്തെ ഇരുടാവുന്നതുകൊണ്ട് അറിയില്ല എന്താവും എന്നുള്ളത്. കുറച്ച് പക്ഷെ ഇവിടുത്തെ വ്യൂ കണ്ടോ, വ്യൂ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇതിലൂടെ നടക്കാനായിട്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ പാത്ത് കാണിക്കുന്നില്ല. അതായത് ഒരു വേ ഇല്ല, കാറിനൊക്കെ പോകാനുള്ള വഴി മാത്രമേ കാണുന്നുള്ളൂ. നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി, ഇനി കുറച്ചും കൂടെ കാണിക്കുന്നുള്ളൂ. നോക്കാം ഗൂഗിൾ മാപ്പ് ചതിക്കോ ഇല്ലയോ എന്നുള്ളത്. ആക്ച്വലി സിറ്റിക്ക് ചുറ്റും കുറേ ലേക്സ് കണ്ടെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പോയാൽ കുറച്ചും കൂടെ മര്യാദയ്ക്ക് കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും ദൂരം ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് നടന്നത്. പക്ഷേ ലേക്ക് കണ്ടിട്ടില്ലെങ്കിൽ കൂടെയും ആ വേ അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ ഈ കാണുന്ന വേ അല്ല,
ഇവിടേക്ക് എത്തുന്ന വേ ഉണ്ട്. ഇവിടുന്ന് പിന്നെയും ഒരു 700-500 മീറ്ററൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൂഗിൾ മാപ്പ് പ്രകാരം. പക്ഷേ ഇതുവരെ എത്തിയ റൂട്ട് നല്ല രസമുണ്ടായിരുന്നു അതിലൂടെ നടക്കാനായിട്ട്. അതുകൊണ്ട് വലിയ റിഗ്രറ്റ് ഇല്ല. ഗൈസ്, എന്നത്തെയും പോലെ ഗൂഗിൾ മാപ്പ് എന്നെ ഇന്നും ചതിച്ച്. ആകെ 170 മീറ്ററേ ഉള്ളൂ. പക്ഷെ കണ്ടോ, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അങ്ങോട്ടാണ് പോകേണ്ടത്. ബട്ട് ജസ്റ്റ് 170 മീറ്റേഴ്സ്. എനിക്കറിയില്ല, ഇനിയിപ്പം തിരിച്ചു പോയി നോക്കാം എവിടെയെങ്കിലും. ഞാൻ വരുമ്പം ഒരു ലേക്ക് കണ്ടു, ടോപ്പ് വ്യൂ. ഇനി നോക്കാം ഇതിലൂടെ പോകുമ്പോൾ എന്തെങ്കിലും കാണുമെന്ന്. കാണുമ്പോൾ നല്ല ഇരുടായതുപോലെ തോന്നുമെങ്കിലും സംഭവം ആക്ച്വലി ഒരു 6-6:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് തന്നെ വലുതായിട്ട് പ്രതീക്ഷയില്ലെങ്കിലും ഞാൻ പിന്നെ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, വീണ്ടും വണ്ടിയാവാനായിട്ട്. എന്നിട്ടാണ് ഞാൻ അത്രയും നടന്നിട്ട് അവിടെ പോയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ആ വേ അടിപൊളിയായതുകൊണ്ട് അതിനൊരു റിഗ്രറ്റ് ഇല്ല, ലേക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും. പിന്നെ ഈ വരുന്ന വഴിക്കാണ് അവിടെയൊക്കെ ഉള്ള ഫുള്ള് ചുറ്റിപ്പറ്റിൽ ഫുള്ള് ലേക്സ് തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ പോയിട്ട് കുറച്ച് ഇരുന്നിട്ടൊക്കെ ഈ ലേക്കിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം, ആ പരിപാടിയില്ലേ. പക്ഷെ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ യാത്രയിൽ 3 പ്രാവശ്യമാണ് ഗൂഗിൾ മാപ്പ് എനിക്ക് പണി തന്നത്. ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി റേറ്റിങ്ങിൽ ഒരു നല്ലൊരു കബാബ് ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഷോപ്പേ ഇല്ല. രണ്ടാമത് ഈ ലേക്ക്, മൂന്നാമത് നിങ്ങളിപ്പം വൈകാണ്ട് കാണും എന്താണെന്നുള്ളത്. രാവിലെ തൊട്ട് രാത്രി വരെ ഈ സിറ്റിയിൽ ഉണ്ടായിട്ടും അധികം ക്രൗഡഡ് ഒന്നും ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 30 കിലോമീറ്ററാണ് ഈ സിറ്റിയിൽ മൊത്തത്തിൽ ഞാൻ നടന്നത് ഇന്ന്. പിന്നെ മൂന്നാമത്തെ പണി കണ്ടോളൂ. ഞാൻ ട്രെയിന് മിസ്സാക്കി. പിന്നെയും എനിക്കറിഞ്ഞൂടെ എനിക്ക് എന്ത് പ്രശ്നമാണ് എന്ന്. എൻ്റെ ഫസ്റ്റ് ട്രെയിന്, അതായത് ഇവിടെ ഇപ്പോൾ ട്രാക്കിൽ ഫുള്ള് പണി നടക്കുന്നത് കൊണ്ട് 8:13 എന്നുവെച്ചാൽ ബസ്, എന്നുവെച്ചാൽ ഈ ട്രാക്കിലുള്ളത് 8:13 ഒരു ബസ്സുണ്ട്. അതെടുത്തിട്ട് വേണം മാറിക്കയറായിട്ട് വേറൊരു ട്രെയിൻ എടുക്കാനായിട്ട്. അപ്പോൾ ഇവർ ഒരു ഇൻഫർമേഷനോ ലൊക്കേഷനോ ഒരു കോപ്പി ആപ്പിൽ കൊടുത്തിട്ടില്ല. വന്ന് 15 മിനിറ്റ് ഇത് എവിടെയാണ് തപ്പി നടക്കുകയായിരുന്നു. സ്റ്റേഷനിലാണെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷൻ പറയണ്ട, ഒരു ഇൻഫർമേഷൻ കൗണ്ടറിൽ ഒരു മനുഷ്യന്മാരില്ല, ഒരു കോപ്പമില്ല. ദേഷ്യം വരും ഒരു സമയം കഴിഞ്ഞു ഇവിടെ. എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് വേറെ ഒരു ട്രെയിന്, ആ ട്രെയിനിൽ വേറെ ടിക്കറ്റ് എടുക്കണം. എന്നുവെച്ചാൽ സെയിം ടിക്കറ്റ് വെച്ചിട്ട് കയറാൻ പറ്റില്ല. ആ ടിക്കറ്റ് ക്യാൻസൽ, പോയി വെള്ളത്തിൽ പോയി പൈസ. ഇനി വേറെയുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത് വേറെ സ്ഥലത്ത് പോയിട്ട്, അതായത് മിലാനിൽ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് പിന്നെ തിരിച്ചു വരണം. നമ്മളിങ്ങനെ ഭയങ്കര ചുറ്റിൽ പരിപാടിയില്ലേ. എനിക്കറിഞ്ഞൂടോ എന്താണ് ഇങ്ങനെയെന്ന്. ഇനിയിപ്പോൾ ഇതിന് മാറിക്കയറണം വെറോണ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്. അവിടെ നിന്ന് മറ്റേ ട്രെയിൻ കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് വയ്യ, ഞാൻ മടുത്ത്. ശരി, അപ്പോൾ നന്ദി, നമസ്കാരം. കഴിഞ്ഞ എൻ്റെ വീഡിയോ. എനിക്കിനൊന്നും പറയാൻ വയ്യ. അങ്ങനെ വലിയ ബിൽഡപ്പിൽ തുടങ്ങിയ വ്ളോഗ് എൻഡ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. എനിക്ക് വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ആ ഒരു മൂഡിലായിരുന്നില്ല. കാരണം പിന്നെയും ട്രെയിൻ ഡിലേ ആയി, അങ്ങനെ റൂമിലെത്താനൊക്കെ നല്ല പണിയായിട്ടുണ്ടായിരുന്നു. സോ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ മണ്ടോവ ട്രിപ്പിനെ കുറിച്ചിട്ട്. ബൈ ബൈ.